സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കണ്ണൂരിലും വയനാട്ടിലും റെഡ് അലർട്ടും മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുന്നു. കോഴിക്കോടും പാലക്കാടും കനത്ത മഴയിൽ വീട് തകർന്നു വീണു. വിഷ്ണുമംഗലം ബണ്ട് നിറഞ്ഞ് കല്ലാച്ചിയിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. പാലക്കാട് വ്യാപാര ഭവന്റെ മുകളിൽ കൂറ്റൻ മരം വീണ് കെട്ടിടം തകർന്നു. മലപ്പുറത്ത് 46 വീടുകൾ ഭാഗികമായി തകർന്നു. പലയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. ഓറഞ്ച് അലർട്ട് തുടരുന്ന കാസർഗോഡ് ശക്തമായ മഴയാണ്. നീലേശ്വരം പുഴ വഴിമാറി ഒഴുകി. തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ പ്രത്യേക പട്രോളിംഗ് ആരംഭിക്കാൻ KSEBിക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഓറഞ്ച് അലർട്ടുള്ള മലപ്പുറത്ത് കഴിഞ്ഞ 3 ദിവസത്തിനിടെ പെയ്ത മഴയിൽ 46 വീടുകൾ ഭാഗികമായി തകർന്നു. 33 അംഗ NDRF സംഘം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തിരൂരങ്ങാടിയിൽ 15ഓളം വീടുകളിലേക്ക് വെള്ളം കയറി. 13 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി. ഇന്നലെ വൈകിട്ടും രാത്രിയിലുമായി പെയ്ത കനത്ത മഴയിലാണ് വീടുകളിലേക്ക് വെള്ളം കയറിയത്. കൂട്ടിലങ്ങാടി കാടാമ്പുഴ റോഡിലുണ്ടായ മണ്ണിടിച്ചിലിൽ ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പഴമള്ളൂരാണ് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. ഓടിക്കൊണ്ടിരുന്ന ബൈക്ക് യാത്രികന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വരികയായിരുന്നു. യാത്രക്കാരൻ ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ കനത്ത മഴയിൽ ഇന്നും വൻ നാശനഷ്ടം. മംഗലം വ്യാപാര ഭവന്റെ മുകളിൽ കൂറ്റൻ മരം വീണ് കെട്ടിടം തകർന്നു. ഇന്ന് പുലർച്ചെ 1:30ഓടെയാണ് സംഭവം. കെട്ടിടത്തിന് സമീപത്തെ പുരയിടത്തിനും തകരാർ സംഭവിച്ചു. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൽപ്പാത്തിയിൽ മഴയിൽ കെട്ടിടം തകർന്നു വീണു. ചാവക്കാട് സ്റ്റോർ എന്ന കെട്ടിടമാണ് ഇന്ന് രാവിലെ തകർന്നു വീണത്. കാറ്റിലും മഴയിലും കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ മരങ്ങൾ കടപുഴകി വീണു. വൈദ്യുതി തൂണുകൾ തകർന്ന് പ്രദേശത്തേക്കുള്ള വൈദ്യുതി വിതരണം മുടങ്ങി. കാപ്പാട് ബീച്ചിലേക്ക് 2 ദിവസത്തേക്ക് പ്രവേശനം നിരോധിച്ചു. കനത്ത മഴയിൽ കോഴിക്കോട് കല്ലാച്ചിയിൽ വീട് തകർന്നു വീണു. കുടുംബാംഗങ്ങൾ വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതോടെ വലിയ ദുരന്തം ഒഴിവായി. GCI റോഡിൽ താമസിക്കുന്ന കക്കുഴിപ്പറമ്പത്ത് നാണുവിന്റെ വീടാണ് തകർന്നത്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ശക്തമായ മഴയിൽ വിഷ്ണുമംഗലം ബണ്ട് നിറഞ്ഞു കവിഞ്ഞതോടെ ചെക്യാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. റെഡ് അലർട്ടുള്ള കണ്ണൂരിൽ മട്ടന്നൂർ ഇരിക്കൂർ റോഡിൽ നായിക്കാലിയിൽ റോഡിടിഞ്ഞു. ഇതുവഴിയുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. അഞ്ചരക്കണ്ടിയിൽ പള്ളിയുടെ മതിലിടിഞ്ഞുണ്ടായ അപകടത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മട്ടന്നൂർ വെളിയമ്പ്രയിൽ നിർത്തിയിട്ട കാർ വെള്ളക്കെട്ടിൽ മുങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കോഴിക്കോട്.